ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം ഇന്ന്. ബാഴ്സയുടെ തട്ടകമായ നൌ ക്യാമ്പിൽ ഇന്ത്യൻ സമയം രാത്രി 12 മണിക്കാണ് മത്സരം. കഴിഞ്ഞ നവംബറിൽ ലാലിഗയിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ ബാഴ്സ റയലിനെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ നവംബറിൽ ബാഴ്സയോടേറ്റ തോൽവിയുടെ ആഘാതം റയൽ താരങ്ങളുടെയും ആരാധകരുടെയും മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടുണ്ടാകില്ല. എതിരാളികളുടെ തട്ടകത്തിൽ വീണ്ടും ഒരു എൽ ക്ലാസിക്കോയ്ക്കൊരുങ്ങുമ്പോൾ റയലിന് മുന്നിൽ വെല്ലുവിളികൾ നിരവധിയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനോടേറ്റ തോൽവിക്ക് പിന്നാലെ തുടർച്ചയായി 5 മത്സരങ്ങൾ വിജയിക്കാനായെങ്കിലും ടീം സ്പിരിറ്റ് ഇല്ലാത്തത് പലപ്പോഴും തിരിച്ചടിയാകുന്നു. ലീഗിൽ 1-ാം സ്ഥാനത്തുള്ള ബാഴ്സയേക്കാൾ 10 പോയിന്റിന്റെ വ്യത്യാസമുള്ള ലോസ് ബ്ലാങ്കോസ് പോയിന്റ് പട്ടികയിൽ 3-ാമതാണ്. സിനദീൻ സിദാൻ മാനേജരായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ എൽ ക്ലാസിക്കോയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. ബാഴ്സയുടെ MSN ത്രയവും റയലിന്റെ BBC കൂട്ടുകെട്ടും തമ്മിലുള്ള പോരാട്ടം കൂടിയായാണ് ഇന്നത്തെ മത്സരം വിലയിരുത്തപ്പെടുന്നത്. ലീഗിൽ ഗോൾ വേട്ടക്കാരിൽ 1-ാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് റയലിന്റെ കരുത്ത്. എന്നാൽ എവേ മത്സരങ്ങളിൽ റോണോയ്ക്ക് തിളങ്ങാനാകുന്നില്ല. മറുവശത്ത് മെസ്സിയും സുവാരസും നെയ്മറും അടങ്ങുന്ന എൻറിക്കയുടെ ടീം അപാര ഫോമിലാണ്. കരിയറിലെ 500-ാം ഗോൾ എന്ന നാഴികക്കല്ല് ചിരവൈരികൾക്കെതിരെ തന്നെ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് മെസ്സി. തോൽവി അറിയാതെ 39 മത്സരങ്ങളെന്ന റെക്കോർഡ് പിന്നിട്ട ബാഴ്സലോണ സ്വന്തം കാണികൾക്ക് മുന്നിൽ ജയത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ കലാശ പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയാണ് വെസ്റ്റ് ഇൻഡീസ് ഫൈനലിലെത്തിയിരിക്കുന്നത്. മികച്ച ഫോമിലാണ് ഇംഗ്ലീഷ് നിരയും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തയിലേക്ക് വീണ്ടും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധി തുടരുന്നു. സോണിയാഗാന്ധിയുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമായില്ല. ഇനി ചർച്ച വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് AICC എന്ന് സുധീരൻ. ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് മടങ്ങിയേക്കും. കയ്പമംഗലം സീറ്റ് ആവശ്യപ്പെട്ട് TN പ്രതാപൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. കത്തുവിവാദം അഴിമതി വിരുദ്ധ പോരാട്ടത്തിനെതിരായ നീക്കമാണെന്ന് TN പ്രതാപൻ. ഇത്തവണ മത്സരിക്കാനില്ല. വിവാദത്തിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പ്രതാപൻ. പ്രതാപന്റെ പൊയ്മുഖം അഴിഞ്ഞുവീണെന്ന് യൂത്ത് കോൺഗ്രസ്. കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗവും പിളർന്നു. ചെയർമാൻ സ്ഥാനം രാജിവെച്ച മുൻമന്ത്രി V സുരേന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടു. ഇടതുമുന്നണിക്കെതിരെ നേമത്ത് മത്സരിച്ചേക്കുമെന്ന് സൂചന. സുരേന്ദ്രൻപിള്ളയ്ക്ക് സീറ്റ് മോഹമെന്ന് സ്കറിയ തോമസ്. പ്രധാനമന്ത്രിയുടെ സൌദി സന്ദർശനം തുടങ്ങി. വിമാനത്താവളത്തിൽ മോദിക്ക് രാജകീയ സ്വീകരണം. ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സൽമാൻ രാജാവുമായി നാളെ കൂടിക്കാഴ്ച. ഫുട്ബോൾ ലോകം കാത്തിരുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം ഇന്ന്. 500-ാം ഗോളിനരികിൽ ലയണൽ മെസ്സി. സമ്മർദ്ദമില്ലെന്ന് റയൽ മാഡ്രിഡ് മാനേജർ സിനദിൻ സിദാൻ. മത്സരം രാത്രി 12-ന് നൌ ക്യാമ്പിൽ. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി മീഡിയ